എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒസാക്കയിലുള്ള അരാഷിയാമ ബാംബു ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പോൾ അരാഷിയാമ എന്ന സ്ഥലത്തെത്തി. പ്രധാന റോട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു വേണം ബാംബു ഫോറസ്റ്റിലേക്ക് എത്തിച്ചേരുവാൻ. ബാംബു ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ 2 വശത്തും ചെറി ബ്ലോസം പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇത് ഹോസു എന്നു പേരുള്ള ഒരു നദിയാണ്. വളരെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. നദിയിലാണെങ്കിൽ വളരെ തെളിഞ്ഞ വെള്ളം. പുറകിൽ കാണുന്നത് ഒഗൂരു പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നതാണ് ഈ നദി. ഇവിടെയുള്ള മിക്ക കാറുകളും ടയോട്ടയിൽ നിർമ്മിച്ചതാണ്. ഞങ്ങൾ ബാംബു ഫോറസ്റ്റിനുള്ളിലേക്ക് നടന്നു. ബാംബു ഫോറസ്റ്റിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ പഴയ കാലത്തുള്ള കുറേ കൽവിളക്കുകളും ബിംബങ്ങളും കാണാം. ഇവിടെ സന്ദർശിക്കേണ്ട സമയം കാലത്ത് 7 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുമുള്ള സമയത്താണ് ഇവിടെ സന്ദർശിക്കേണ്ടത്. പൊതുവെ ജപ്പാനിൽ പല സ്ഥലങ്ങളിലായി ഒരുപാട് മുളങ്കാടുകളുണ്ട്. നമ്മൾ മുളങ്കാട്ടിനുള്ളിലേക്ക് കടന്നു. കാറ്റിൽ മുളങ്കാടുകൾ ഇളകുന്ന ശബ്ദം വളരെ മനോഹരമാണ്. കാലത്തും വൈകുന്നേരവും മുളങ്കാട്ടിനുള്ളിലൂടെ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുള്ള ഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പണ്ടുകാലത്ത് ജപ്പാനിൽ വീടുകൾ നിർമ്മിക്കാൻ മുളകളായിരുന്നു കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഇലകൾ ഭക്ഷണം പൊതിയുവാനും ഉപയോഗിച്ചിരുന്നു. വളരെ വേഗം വളരുന്നതാണ് ഈ മുളകളെല്ലാം. മുളം തണ്ടുകൾ വളരെ ബലമുള്ളതാണ്. മുളയുടെ ഇലകൾ പാണ്ട എന്ന മൃഗത്തിന് വളരെ ഇഷ്ടമാണത്രേ. കടലാസു നിർമ്മാണത്തിനും മുളകൾ ഉപയോഗിക്കുന്നു. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, ഫർണിച്ചറുകൾ എന്നുവേണ്ട അനവധി സാധനങ്ങൾ ജപ്പാനിൽ മുള കൊണ്ട് നിർമ്മിക്കുന്നു. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ ചൂരൽ കസേരകളും മുള കൊണ്ട് നിർമ്മിച്ച അനവധി വസ്തുക്കൾ. പുല്ലാങ്കുഴൽ ഉണ്ടാക്കുന്നതും ഈ മുളയിൽ നിന്ന് തന്നെയല്ലേ? അങ്ങനെ മുളയുടെ ഉപയോഗം പറഞ്ഞാൽ തീരാത്തതാണ്. ഈ മുളങ്കാട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ വളരെ ശാന്തത അനുഭവപ്പെടുന്നു. ഇതെല്ലാം കാണുവാൻ അനവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഈ കാണുന്നത് നോനോമിയ ബുദ്ധക്ഷേത്രമാണ്. ജപ്പാനിലെ രാജാവും രാജ്ഞിയും രാജാധികാരം എടുക്കുന്നതിന് മുൻപ് ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നു. ദ ടെയിൽ ഓഫ് ജെൻജി എന്ന ഒരു ജാപ്പനീസ് നോവലിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് തൊഴുതാൽ വിവാഹം നടക്കുമെന്നും ദമ്പതികൾക്ക് കുട്ടികളുണ്ടാവുമെന്നും ഇവരുടെ വിശ്വാസം. ബാംബു ഫോറസ്റ്റിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ക്യോട്ടോയിലെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇതൊരു ടോറി ഗേറ്റാണ്. ഇവിടെ ഭക്തർ തങ്ങളുടെ ആവശ്യം കാർഡിലെഴുതി സമർപ്പിക്കുന്നു. ഭക്തിപുരസരം ഇതെല്ലാം സമർപ്പിച്ചാൽ അവർക്ക് ഉദ്ദേശകാര്യം ലഭിക്കും എന്നാണ് വിശ്വാസം. ജപ്പാൻ വളരെ പുരോഗമനമായ നഗരമാണെങ്കിലും അന്ധവിശ്വാസികളാണ് ഇവിടെയുള്ളവർ പലരും. ഇതൊരു പഴയ കിണറും കിണറിനടുത്തുള്ള ഒരു പാത്തിയുമാണ്. ഈ കിണറിലെ വെള്ളം തീർത്ഥമായി കരുതുന്നു. ഈ ടോറി ഗേറ്റിനുമുണ്ടത്രേ ചില പ്രത്യേകതകൾ. ഇവിടെ ജപ്പാൻ ഭാഷയിൽ ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വേറൊരു ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. ടെൻഡൂജി എന്ന ബുദ്ധക്ഷേത്ര സമുച്ചയമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഒക്കോച്ചി സാൻസോ വില്ല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൂന്തോട്ടം വളരെ ഭംഗിയുള്ളതും പ്രസിദ്ധവുമാണ്. ഇത് ഒരു ബുദ്ധക്ഷേത്രമാണ്. ഇവിടെയും അനവധി ആൾക്കാർ തങ്ങളുടെ ആവശ്യം ദൈവത്തിനോട് കടലാസിൽ എഴുതി തൂക്കിയിട്ടിരിക്കുന്നു. ഇത് ഒക്കോച്ചി സാൻസോ വില്ലയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായി. ഞങ്ങൾ പുറത്തേക്ക് കടന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടൺ അമർത്തൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.